I am very pleased that my concluding time with you is part of an ecumenical gathering where other churches and church leaders are present amongst us. നിങ്ങളോടൊപ്പമുള്ള എൻ്റെ ഈ അവസാനത്തെ പ്രസംഗ സമയം അത് ഒരു എക്യുമെനിക്കൽ സമ്മേളനമായതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിവിധ സഭകളിലെ മേലധ്യക്ഷന്മാരോടൊപ്പം ഈ വേദി പങ്കിടുവാൻ ലഭിക്കുന്ന അവസരവും ഏറെ എന്നെ ശക്തീകരിക്കുന്നു. അതേറെ എനിക്ക് സന്തോഷം നൽകുന്നു. And for this reason I want to reflect a little on the theme of unity in the body of Christ as we consider Christian unity in the world. ലോകത്തിലെ ക്രിസ്തീയ ഐക്യത്തെപ്പറ്റി നാം സംസാരിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായി ക്രിസ്തു സഭയുടെ ക്രിസ്തു ശരീരമായ സഭയുടെ ഐക്യത്തെപ്പറ്റി ഒരുമിച്ച് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Now some of you might know that this year we celebrate 1700 years of the first ecumenical council in Nicaea. നിഖ്യായിൽ വെച്ച് നടത്തപ്പെട്ട ആദ്യത്തെ എക്യുമെനിക്കൽ സുന്നഹദോസിന്റെ 1700ാമത് വാർഷികമാണ് ഈ വർഷം എന്ന് നമുക്ക് അറിവുള്ളതാണല്ലോ. And so it is appropriate to reflect and speak and talk about Christian unity in the world today. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ക്രിസ്തീയ ഐക്യത്തെപ്പറ്റി ചിന്തിക്കുകയും പര്യാലോചിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ഏറ്റവും സംഗതം തന്നെയാണ്. And as we seek to do that this morning, I want to reflect a little on that wonderful passage that Paul writes for us in Ephesians 4 verses 1 to 6. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലെ മനോഹരമായ ഈ വേദഭാഗം നമുക്ക് ഒരുമിച്ച് ഈ പ്രത്യേക സാഹചര്യത്തിൽ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Let's listen to that text being read to us now. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എഫീഷ്യൻസ് chapter 4 verses 1 to 6. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. Some time back, when there were conflicts among Roman Catholics and Protestants in Ireland, a Protestant chaplain went to a hospital to visit some of the injured parishioners. ഏറെ നാളുകൾക്ക് മുൻപ് അയർലൻഡിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരും റോമൻ കത്തോലിക്ക വിഭാഗക്കാരും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ ആ സംഘർഷത്തിൽ പരിക്കേറ്റ ചില പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗക്കാരെ സന്ദർശിക്കാൻ പ്രൊട്ടസ്റ്റന്റ് ചാപ്ലിൻ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. The nurse said to the chaplain to please wait a little while she attended to patients, and then she will introduce him to the Protestant patients. അവിടെയുള്ള അതിൻ്റെ ചുമതലയുള്ള നഴ്സ് അവിടെയുള്ള രോഗികളെയൊക്കെ പരിചരിക്കുകയായിരുന്നതിനാൽ രോഗി പരിചരണത്തിന് ശേഷം ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള പട്ടക്കാരനെ അവിടെയുള്ള പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായ പരിക്കേറ്റവരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. But seeing that she was taking long, the chaplain decided to proceed on his own to go and visit with the patients. എന്നാൽ നേഴ്സ് മടങ്ങി വരാൻ താമസിക്കുന്നത് പ്രമാണിച്ച് ആ പ്രൊട്ടസ്റ്റന്റ് പട്ടക്കാരൻ തനിയെ തന്നെ അവിടെയുള്ള തൻ്റെ വിഭാഗത്തിലുള്ളവരെ സന്ദർശിക്കാൻ തീരുമാനിച്ച് ആ സന്ദർശനം അങ്ങനെ നടത്തി. And as he was leaving, the nurse returned and offered to take him through, but he responded that he had already done his visits. എന്നാൽ അദ്ദേഹം ആ സന്ദർശനമെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ ഭാവിച്ചപ്പോഴാണ് നേഴ്സ് അവിടെ തിരികെ എത്തിയത്. അപ്പോൾ ആ നേഴ്സ് അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. And so the nurse asked him, but how did you know who was Protestant and who was Roman Catholic? എന്നാൽ ഈ പട്ടക്കാരൻ നേഴ്സിനോട് പറഞ്ഞു, ഞാൻ പ്രൊട്ടസ്റ്റന്റുകാരെ എല്ലാം സന്ദർശിച്ച ശേഷമാണ് മടങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ നേഴ്സ് ചോദിച്ചു, എങ്ങനെയാണ് ഈ ആശുപത്രിയിലുള്ളതിൽ ആരാണ് പ്രൊട്ടസ്റ്റന്റുകാർ, ആരാണ് റോമൻ കത്തോലിക്കരെന്ന് താങ്കൾക്ക് മനസ്സിലായത്? So the chaplain said, that was easy. As I went to each bed and saw the letter P, I
realized it was a Protestant, so I stopped, I prayed, I visited, and I spoke with the patient. ആ പട്ടക്കാരൻ പറഞ്ഞു അത് വളരെ എളുപ്പമായിരുന്നു. കാരണം ഞാൻ ആശുപത്രിയിൽ കൂടെ നടന്നപ്പോൾ ഓരോ രോഗിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആ കിടക്കയിൽ പി എന്ന അക്ഷരം കണ്ടപ്പോൾ അത് പ്രൊട്ടസ്റ്റന്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. And when I saw RC, I assumed it was a Roman Catholic, so I nodded and I walked past. എന്നാൽ കിടക്കകളുടെ അടുക്കൽ ചെന്നപ്പോൾ അവിടെ RC എന്ന അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നിശ്ചയമായും അത് റോമൻ കത്തോലിക്കരായതുകൊണ്ട് ഞാൻ അവിടെ നിന്നതേയില്ല, ഞാൻ പ്രാർത്ഥിക്കാതെ അവിടെ നിന്ന് മുൻപോട്ട് പോയി എന്ന് പറഞ്ഞു. But the nurse smiled and replied. എന്നാൽ നഴ്സ് ഇത് കേട്ടിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഇപ്രകാരം പറഞ്ഞു, Reverend, P means porridge and RC stands for Rice Krispies. നഴ്സ് പറഞ്ഞു, അയ്യോ അച്ചോ, അവിടെ പി എന്ന് എഴുതി വെച്ചിരുന്നത് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ വേണ്ടിയുള്ള പോറിഡ്ജിനായിരുന്നു. RC എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ആ രോഗികൾക്ക് റൈസ് ക്രിസ്പീസ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. This simple and yet true story puts into question the emphasis and differences we make about denominational and confessional identities. നമ്മുടെയൊക്കെ സഭാ വിഭാഗങ്ങളെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസത്തിന്റെ വ്യത്യസ്തതകളെ സംബന്ധിച്ചും നാം എത്രമാത്രം അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. While these may be important to some and we should not be dismissive of that, yet we must ask if it is the core of our Christian calling. ചിലരെ സംബന്ധിച്ച് ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യത്തെ ഒന്നും നാം പൂർണ്ണമായി തള്ളിക്കളയേണ്ട കാര്യമില്ല. എങ്കിലും ക്രിസ്തീയ വിളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ വിഭാഗീയമായ ചിന്താഗതികൾക്ക് എവിടെയാണ് അതിൻ്റെ സ്ഥാനമെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. The Apostle Paul in Ephesians 4 clearly indicates that Christ is the foundation of the Christian faith and not the distinctive elements of differences we have created. അപ്പോസ്തലൻ പൗലോസ് എഫെസ്യർക്ക് എഴുതുന്ന ലേഖനം 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു കർത്താവാണ്, അല്ലാതെ നാം തന്നെ നിർമ്മിച്ചിട്ടുള്ള ചില വിശ്വാസ പാരമ്പര്യങ്ങളുടെ പ്രത്യേകതകളിലല്ല. Our identity is in Christ and not in our confessional identities, in as much as that may be valuable to some of us. ഒരുപക്ഷെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതൊക്കെ ആയിരുന്നേക്കാമെങ്കിലും നമ്മുടേതായ സഭാ വിഭാഗങ്ങളുടെ പ്രത്യേകമായ അടിത്തറയിലല്ല, ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിലാണ് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും. I wonder if Paul meant that as the prisoner of the Lord, he was making it clear that he was not a prisoner of the church. ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ പൗലോസ് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് ക്രിസ്തുവിൽ താൻ ബദ്ധനാണ് എന്ന് പറയുകയാണ്, അല്ലാതെ ഏതെങ്കിലും സഭയ്ക്ക് താൻ അടിമയാണ്, ബദ്ധനാണ് എന്നല്ല പറയുന്നത്. The purpose of Paul's letter to the Ephesians is to tell them that they, through the completed work of the crucified, dead and risen and ascended Christ, they and all creation are reconciled to God and to one another. എഫെസ്യ ലേഖനത്തിലൂടെ പൗലോസ് വ്യക്തമാക്കുവാൻ ശ്രമിക്കുന്നത് യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര സംഭവം, ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും അതാണ് യഥാർത്ഥമായി ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം. The main themes in this letter are faith, grace, unity and practical Christian living. വിശ്വാസം, കൃപ, പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്നിവയാണ് ഈ എഫെസ്യ ലേഖനത്തിന്റെ പ്രധാനമായ ശക്തീകരണങ്ങൾ. In chapter 4, the Apostle Paul employs his usual style of writing, where he starts with doctrine and moves to conduct. 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ സാധാരണ കാണുന്നത് പോലെ തന്നെയാണ് ഈ ലേഖനത്തിലെ അധ്യായം എഴുതുന്നത്. തുടക്കത്തിൽ അത് വിശ്വാസ സംഹിതകളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളും അതിനെ തുടർന്ന് ക്രിസ്തീയ ജീവിതത്തിന്റെ ചില ചിട്ടകളും അനുഭവങ്ങളും പ്രതീക്ഷകളുമാണ് പങ്കുവയ്ക്കുന്നത്. And he helps to translate doctrine and theology into action and praxis. വിശ്വാസ സംഹിതകളെയും ദൈവശാസ്ത്രത്തെയും ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രയോഗത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാനാണ് പൗലോസ് ഇവിടെ ശ്രമിക്കുന്നത്. Chapter 4 is divided into 2 parts. 4-ാം അധ്യായം അതിൽ 2 വ്യത്യസ്തമായ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
The first is the Christian calling from chapters 1 to 16. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ സഭയുടെ വിളിയെ പറ്റിയാണ് പരാമർശിച്ചിരിക്കുന്നത്. Verses 1 to 16. And the second is the Christian living from verses 17 to 30. 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തെ പറ്റിയാണ് അവിടെ വിശദമായി പ്രതിപാദിക്കുന്നത്. So the Apostle Paul speaks really strongly about Christian unity. വളരെ ശക്തമായ വാക്കുകളിൽ തന്നെ ക്രിസ്തീയ ഐക്യതയെപ്പറ്റി ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുകയാണ്. He implores us to make every effort to keep the unity of the Spirit through the bond of peace. എല്ലാ അർത്ഥത്തിലും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ പരിശ്രമിക്കുക എന്നാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യരിലുള്ള വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. And he reminds us that there is one body and one spirit. അതുകൊണ്ട് തന്നെ ഒരു ശരീരവും ഒരാത്മാവുമാണ്, ഏക ശരീരവും ഏക ആത്മാവുമാണ് എന്ന് പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. Just as you were called to one hope when you were called. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായാണ് നിങ്ങളെ വിളിച്ചത്. ആയതിനാൽ ഒരു ശരീരവും ഒരാത്മാവുമാണ് സഭ എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. And he emphasizes one Lord, one faith, one baptism, one God and Father of all, who is over all and through all and in all. അതുപോലെ തന്നെ പൗലോസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ആയതിനാൽ കർത്താവ് ഒരുവനാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവനും ഒരുവനാണ് എന്ന് അവരെ വ്യക്തമായി പ്രബോധിപ്പിക്കുന്നു. Friends, unity is God's gift to us. പ്രിയമുള്ളവരെ, ഈ ഐക്യം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മഹത്തായ ദാനമാണ്. Unity is not uniformity, but oneness and togetherness as we proclaim Jesus Christ to the world. ഐക്യം എന്ന് പറഞ്ഞാൽ അതൊരു ഐക്യ രൂപമല്ല, എന്നാൽ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിലും പ്രഖ്യാപിക്കുന്നതിലും നാം ഒരുമിച്ചുള്ള നമ്മുടെ ശുശ്രൂഷയും പ്രവർത്തനവും സാന്നിധ്യവുമാണ്. A broken and divided church does not have a message to an already broken and divided world. തകർന്നിരിക്കുന്ന വിഭാഗീയമായിരിക്കുന്ന ഒരു സഭയ്ക്ക് തകർന്നും മുറിവേറ്റും വിഘടിച്ചും നിൽക്കുന്ന ഒരു ലോകത്തിന് ഒരു സന്ദേശവും നൽകുവാനില്ല തന്നെ. Therefore we need to live and practice what we preach. അതുകൊണ്ട് തന്നെ നാം എന്ത് വിശ്വസിക്കുന്നു, നാം എന്ത് പ്രസംഗിക്കുന്നു, അത് നിശ്ചയമായും ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തുവാൻ നാം ബാധ്യസ്ഥരാണ്. The Apostle Paul in verses 2 and 3 links Christian calling to Christian character. 2-3 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ വിളിയെയും ക്രിസ്തീയ സ്വഭാവത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്. He says, be completely humble and gentle. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും നിങ്ങൾ ജീവിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. Note that the call is not to be partially, but to be completely. ക്രിസ്തുവിന്റെ വിളി എന്ന് പറയുന്നത് ഭാഗികമായുള്ള ഒരു സമർപ്പണത്തിനുള്ള വിളിയല്ല, അത് സമ്പൂർണമായ സമർപ്പണത്തിലേക്കുള്ള ക്ഷണമാണ്. Be patient, bearing with one another in love. ദീർഘക്ഷമയോടെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. These are the characteristics that enable us to keep the unity and remain faithful to our calling to unity. ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിളിയോട് അനുസരണമുള്ളവരാകുവാൻ തക്കവണ്ണം ഈ ഒരു സ്വഭാവ രീതികളാണ്, മനോഭാവമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. So the spirit in which we listen to one another is important. പരസ്പരമുള്ള നമ്മൾ കേൾക്കുകയും ആദരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. Paul tells us that it must be with humility, gentleness, patience and love. പരസ്പരമുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ ഇടപെടലുകളും നിരന്തരമായി വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ ആയിരിക്കണമെന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. These are the characteristics that help us to navigate through differences and preserve the unity that is necessary. നമ്മുടെ മധ്യത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും വ്യത്യസ്തതകളുടെയും മധ്യത്തിൽ ഐക്യം സംരക്ഷിക്കാനും ഐക്യത്തിന്റെ അനുഭവത്തിൽ ജീവിപ്പാനും നമ്മെ ശക്തീകരിക്കുന്നത് ഈ സ്വഭാവ ഗുണങ്ങളാണ്. Admittedly, every family has its challenges with disagreements, likes, views, preferences
and desires, but they are still a family. എല്ലാ കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം, എന്നാൽ അതെല്ലാം ഒരു കുടുംബം തന്നെയാണ്. You know that in as much as there may be many disagreements that you have with each other in your home, yet you are a family. നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായക്കാരായിരിക്കാം, പല കാര്യങ്ങൾക്കും ചിലപ്പോൾ തർക്കങ്ങളും ഒക്കെ ഉണ്ടായേക്കാം, പക്ഷേ നാം എല്ലാം അതിൻ്റെ മധ്യത്തിൽ ഒരു ഭവനം തന്നെയാണ്. And so the church is no different. സഭയും അതിൽ നിന്ന് അല്പം പോലും വിഭിന്നമല്ല. And at all costs, we must make every effort to keep the unity of the Spirit through the bond of peace. അതുകൊണ്ട് തന്നെ നിരന്തരമായി ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ നാം എന്ത് വില കൊടുത്തും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടവരാണ്. We do that because unity in the body of Christ matters. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു സഭയിലെ ഐക്യം എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു അനുഭവം തന്നെയാണ്. I've been in many situations in many different churches where I've seen disunity at work. പല സഭകളിലും പല സാഹചര്യങ്ങളിലും വിഭിന്നതകൾ എത്രമാത്രം അത് ആ സഭയെയും സാഹചര്യത്തെയും തളർത്തിക്കളയുന്നു എന്ന് കാണുവാൻ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. I've seen that in my own country, I've seen that in my own church. എൻ്റെ മാതൃരാജ്യത്തും എൻ്റെ മാതൃസഭയിലും അങ്ങനെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളും വിഭാഗീയതയുടെ അനുഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. And I have seen how disunity hurts and damages the gospel message. സുവിശേഷത്തിന്റെ സന്ദേശത്തെ ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ എത്രമാത്രം അതിന് ഹാനികരമാണ് എന്ന് മനസ്സിലാക്കുവാൻ, അതിന്റെ അപകടം തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. I have seen how Christians have abandoned the church because they have become disappointed with Christians fighting each other. ക്രിസ്തു വിശ്വാസികൾ പരസ്പരം പോരടിക്കുന്നത് കൊണ്ട് സഭ വിട്ടുപോകുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. So what makes unity a challenge? എന്താണ് ഈ സഭയുടെ ഐക്യം ഒരു വലിയ പ്രതിസന്ധിയായി ഒരുപക്ഷെ നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായി നിലനിൽക്കുന്നത്? Paul tells us that Christians ought to live as children of light among themselves and in the world. പൗലോസ് പറയുകയാണ്, ക്രിസ്തു വിശ്വാസികൾ എപ്പോഴും വെളിച്ച മക്കളായി ഈ ലോകത്തിൽ പ്രകാശിക്കേണ്ടവരാണ്. In verses 17 to 19, he describes what life was like outside of Christ. 17 മുതലുള്ള വാക്യങ്ങളിൽ 17, 18, 19 വാക്യങ്ങളിൽ ക്രിസ്തുവിന് അന്യമായ ജീവിതത്തിന്റെ ചില സ്വഭാവ വിശേഷതകൾ പൗലോസ് വിവരിക്കുന്നുണ്ട്. They lived in the futility of their thinking, darkened in the understanding, separated from the life of God, and had a hardening of the hearts, and lost sensitivity and indulged in impurity. ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ട ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ പൗലോസ് വിവരിക്കുന്നത് തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നു, അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയിരിക്കുന്നു, അശുദ്ധിയോടെ ജീവിക്കുന്നു എന്നൊക്കെയാണ്. The Apostle Paul says that Christians must not behave like this. ഒരിക്കലും ഒരു ക്രിസ്തീയ വിശ്വാസി, ക്രിസ്തു സഭയിലെ അംഗം ഈ രീതിയിൽ ജീവിക്കരുത് എന്നാണ് പൗലോസ് പ്രത്യേകമായി അവരെ ഓർമ്മിപ്പിക്കുന്നത്. The Apostle Paul is very fond of a particular picture of taking off and putting on. പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകളിൽ, ലേഖനങ്ങളിൽ പലപ്പോഴും നാം കാണുന്ന ഒരു പ്രത്യേക ശൈലി എന്ന് പറയുന്നത് പഴയതിനെ മാറ്റിക്കളയുക, പുതിയതിനെ ധരിക്കുക എന്നുള്ള ആ ഒരു പദപ്രയോഗമാണ്. He talks about taking off the old self and putting on the new self. ഇവിടെയും പഴയ നടപ്പ് സംബന്ധിച്ച് പഴയതിനെ മാറ്റിക്കളയുകയും പുതിയതിനെ ധരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി ഈ അധ്യായത്തിലും പൗലോസ് പരാമർശിക്കുന്നു. He says that Jesus has made us new and therefore we are called to live in this new life with a new lifestyle. യേശുക്രിസ്തു നമ്മെ പുതുതാക്കിയിരിക്കാൻ യേശു കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പുതുക്കപ്പെട്ട ജീവിത ശൈലിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം നാം വിളിക്കപ്പെട്ടവരാണ് എന്ന് ഈ വേദഭാഗത്ത് പൗലോസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. He says that the Spirit continues to transform us daily, making us more and more like Jesus. ആത്മാവ് ഓരോ ദിവസവും നമ്മെ വീണ്ടും പുതുക്കത്തിലേക്ക്
മുൻപോട്ട് നടത്തുന്നതിനാൽ നമ്മുടെ ജീവിതം ഓരോ ദിവസവും പുതുതായിക്കൊണ്ടേയിരിക്കുന്നു. Giving us a new mind, a new heart. ഒരു പുതിയ മനസ്സും ഒരു പുതിയ ആത്മാവും ഈ ദൈവാത്മാവ് നമുക്ക് നൽകുകയാണ്. Filling us with God's righteousness and holiness. ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ നീതിയും നമ്മുടെ ഉള്ളിലേക്ക് ഈ പരിശുദ്ധാത്മാവ് സന്നിവേശിപ്പിക്കുകയാണ്. Now, while the apostle makes a reference to what makes unity, he also talks about what causes disunity. ഈ ഐക്യത്തിന്റെ കാരണങ്ങളെ പറ്റി പൗലോസ് പറയുന്നതോടൊപ്പം വിഭജനത്തിന്റെ കാരണങ്ങളെ പറ്റിയും സാഹചര്യങ്ങളെ പറ്റിയും പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. And he calls Christians to get rid of these in their lives, to put them off. തങ്ങളുടെ ജീവിതത്തിൽ വിഭജനവും വിഘടനവും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ മാറ്റിക്കളയണമെന്ന് പൗലോസ് പ്രത്യേകമായി അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. He says, put off falsehood, speak truthfully, do not let the sun go down while you are still angry. ഭോഷ്ക ഉപേക്ഷിക്കുക, കൂട്ടുകാരനോട് സത്യം സംസാരിക്കുക, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പൗലോസ് പറയുന്നു. Do not give the devil a foothold. Do not steal. Do not let unwholesome talk come out of your mouths. പിശാചിന് ഒരിക്കലും ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി മോഷ്ടിക്കരുത്. കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും വായിൽ നിന്ന് പുറപ്പെടരുത് എന്നും പൗലോസ് പ്രത്യേകമായി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. And he goes on to say, get rid of all bitterness, rage, anger, brawling, slander and malice. അതോടൊപ്പം എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. It seems like a tall order, impossible to keep. ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാകും എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചു പോയേക്കാം. But Paul is saying the exact opposite. He is saying that through the Spirit's presence, it is possible. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത് ഇത് മാനുഷികമായി ചെയ്യുവാൻ അസാധ്യമെന്ന് തോന്നിയാലും നിശ്ചയമായും പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ അത് സാധ്യമാണെന്ന്. Jesus in John chapter 17 prayed for the unity of believers. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ തന്റെ ശിഷ്യഗണത്തിന്റെ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. Now I know that while there are many Christians who continue to yearn, pray and work for visible Christian unity, സഭകളുടെ ദൃശ്യമായ ഐക്യത്തിനു വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേക വ്യക്തികളുണ്ടല്ലോ. some have become disenchanted and despondent on the journey. എന്നാൽ ഈ ഒരു ഐക്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്ന സഞ്ചാര വഴികളിൽ പല വിശ്വാസികളും നിരാശരായി തളർന്നു പോകാറുണ്ട്. Believing that such is a far-fetched dream and further from reality as we encounter many challenges. നമ്മൾ ഐക്യത്തിന് വിഘാതമായ സാഹചര്യങ്ങൾ നിലവിലുള്ളത് കൊണ്ട് ഈ ഐക്യം ഒരു വിദൂര സ്വപ്നം മാത്രമാണെന്ന് ചിന്തിച്ച് അവരുടെ പ്രയത്നങ്ങൾ അവർ നിരാശപ്പെട്ടു പോകാറുമുണ്ട്. Too many churches today are giving in to splits and fragmentation. അനവധി സഭകളും ഇന്ന് പരസ്പരം പോരടിക്കുകയും ശിഥിലമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. These are on grounds of doctrine, theology, social ethic issues, money and personalities. ഇതിന് പല പല കാരണങ്ങളുണ്ടാകാം. ചിലതൊക്കെ വിശ്വാസ സംഹിതകളുടെ പേരിലാകാം. ചില കാര്യങ്ങൾ അവിടെയുള്ള ധാർമ്മികമായ പ്രമാണങ്ങളുടെ പേരിലാകാം. മറ്റു ചിലത് പണത്തിന്റെ കൈകാര്യങ്ങളിലാകാം. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ സഭകളെ പലപ്പോഴും ഇന്ന് ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. And some say unity, Christian unity is not possible. ചിലർ പറയുന്നു ഒരു നാളും ഈ സഭയിൽ ഒരു ഐക്യം സാധ്യമല്ല എന്ന്. There are many issues that separate us and causes differences amongst us. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ മധ്യത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്ന വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടുന്ന അനവധി സാഹചര്യങ്ങൾ കാരണങ്ങൾ നിലനിൽക്കുന്നു. As General Secretary of the WCC, one of the issues that I've seen that causes so much of disunity is the issue of human sexuality. ഒരു WCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മനുഷ്യ ലൈംഗികതയെ പറ്റിയുള്ള നിലപാടുകളിൽ പല സഭകൾ തമ്മിൽ അതിൻ്റെ ഉള്ളിലും ഒക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന വസ്തുത. In 2023, when the Central Committee met, it became a big issue. 2023 സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ ഈ ഒരു വിഷയം വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചു. And as we were debating the issue,
I remember thinking to myself, what is this going to mean for our unity as a fellowship? ആ ഒരു ചർച്ചകൾ, ചൂടേറിയ ചർച്ചകൾ തുടർന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആകുലതയുണ്ടായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഐക്യത്തിന് അത് ഭംഗം വരുത്തുമോ എന്ന്. And I wondered whether we will come out of that with consensus. അതുമാത്രമല്ല, ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് ഒരു ഒരുമയുടെ അനുഭവത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നതിനെ സംബന്ധിച്ചും എൻ്റെ മനസ്സിൽ സംശയങ്ങളുണ്ടായി. So we adjourned and prayed and the miracle happened. ആ ഒരു കമ്മിറ്റി യോഗം അല്പനേരത്തേക്ക് നിർത്തിവെക്കുകയും ഞങ്ങൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും ചെയ്തു. We found each other in Jesus Christ and were able to come up with something that kept and preserved the unity. ആ പ്രത്യേകമായ അനുഭവത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ഒരു പുതിയ ഐക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാനും അന്ന് സാധിക്കുകയുണ്ടായി. That is what church leaders must be working for in this world today. ഈ ലോകത്തിൽ ഇന്ന് സഭയുടെ നേതാക്കന്മാർ ചെയ്യേണ്ടത്, അവർ അനുവർത്തിക്കേണ്ട ഒരു ശൈലി ഇത് തന്നെയാണ്. Personally, I believe that we must never stop praying and walking and working together for Christian unity. വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ക്രിസ്തീയ ഐക്യത്തിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ മുൻപോട്ട് പോവുകയും തുടർന്നും ചെയ്യേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ്. If anything, we need to deepen and affirm the desire for Christian unity, knowing that this is what Jesus prayed for in John 17:21. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഈ ഐക്യത്തിനു വേണ്ടി ഹൃദയവേദനയോടെ പ്രാർത്ഥിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ നാം എത്രമാത്രം ഈ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകും. Unity is a gift already given to us to appropriate in Christ Jesus. യേശുക്രിസ്തുവിൽ നാം സ്വീകരിച്ചിരിക്കുന്ന, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഭവമാണ് ഈ ക്രിസ്തീയ ഐക്യത എന്നത്. A broken and suffering world needs Christians working together towards reconciliation, justice and peace. അനുരഞ്ജനത്തിനായും സമാധാനത്തിനായും നീതിക്കായും പ്രവർത്തിക്കുന്ന ക്രിസ്തു വിശ്വാസികളെ ഇന്നത്തെ തകർന്ന നിരാശയിലായിരിക്കുന്ന ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമാണ്. Friends, we are living in very difficult and dangerous times. പ്രിയമുള്ളവരെ, നാം വളരെ പ്രയാസമേറിയ ഒരു ലോകത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. Times in which we even see world leaders making crazy and irresponsible decisions. നിരുത്തരവാദപരമായ പല തീരുമാനങ്ങളും ലോക നേതാക്കന്മാർ തന്നെ കൈക്കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. Decisions that violates human rights, international laws and human dignity. മനുഷ്യാവകാശങ്ങളെയും മനുഷ്യന്റെ അന്തസ്സിനെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള പല തീരുമാനങ്ങളും കൈക്കൊള്ളപ്പെടുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. And the church cannot remain silent in the midst of those particular encounters. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സഭയ്ക്ക് ഒരിക്കലും നിശബ്ദരായിരിക്കാൻ അനുവാദമില്ല. But our prophetic witness requires that we stand together in unity and say with the same voice, enough is enough. ഇന്ന് ഈ സാഹചര്യങ്ങൾ സഭ ഒരുമിച്ച് നിന്ന് ഈ സാഹചര്യങ്ങളോട് ഇത് മതി, ഇത് ഒരിക്കലും തുടരുവാൻ കഴിയുകയില്ല എന്ന് പറയേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു. We say with the same united voice prophetically, thus saith the Lord. പ്രവാചക ശബ്ദത്തിൽ ഇത് ദൈവത്തിന്റെ ശബ്ദമെന്ന് പറയുവാൻ, ഇത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് പറയുവാൻ തക്കവണ്ണം നാം ഏറെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക നിമിഷത്തിലാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്. That is why we need to stand together. That is why we need to work together. That is why we need unity of believers. അതുകൊണ്ട് തന്നെയാണ് നാം ഒരുമിച്ച് നിൽക്കേണ്ടത്, അതുകൊണ്ട് നാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ക്രിസ്തു വിശ്വാസികളുടെയും സഭയുടെയും ഒരു ഐക്യം ആവശ്യമായിരിക്കുന്നത്. We need to change and transform the world in accordance to the will of God. ദൈവത്തിന്റെ ഹിതപ്രകാരം ഇന്ന് ഈ ലോകത്തെ പരിവർത്തിപ്പിക്കുവാൻ നാം ഇതാ വിളിക്കപ്പെട്ടിരിക്കുന്നു. We need to show the alternative way of living as we actualize and live the values of God's kingdom. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം സ്വാംശീകരിക്കുകയും അത് പ്രകടമാക്കുകയും ചെയ്തതിലൂടെ ഒരു വ്യത്യസ്തമായ ലോകത്തിനു വേണ്ടിയുള്ള ശുശ്രൂഷകളിൽ ആ വലിയ ദൗത്യത്തിൽ നാം പങ്കുകാരാകുകയാണ്. Whether we understand unity as a spiritual, relational
organic or common purpose or mission, ക്രിസ്തീയ ഐക്യത്തെ നാം ഏത് വ്യത്യസ്തമായ രീതിയിൽ കണ്ടെത്തിയാലും, ഒരുപക്ഷെ അത് ആത്മീയമാകാം, അല്ലെങ്കിൽ അത് ജൈവികമാകാം, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലെ ഒരു ഐക്യതയാകാം, ഏത് തന്നെയായിരുന്നാലും what matters most is that we are called to pray, walk and witness together so that the world may believe that Jesus is the Christ. യേശുക്രിസ്തു കർത്താവ് ക്രിസ്തു എന്ന് തിരിച്ചറിയാൻ, ഈ ലോകം തിരിച്ചറിയാൻ തക്കവണ്ണം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഒരുമിച്ച് ഈ ഐക്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. And that believing in him they may have eternal life. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഈ ലോകത്തിന് നിത്യജീവൻ അനുഭവമായി തീരണം. And this eternal life includes righteousness, justice and peace. ഈ ഒരു നിത്യജീവൻ എന്ന് പറയുന്നത് യഥാർത്ഥമായി അതിൽ നീതിയുണ്ട്, സമാധാനമുണ്ട്. Christian unity is a witness to the world so that the world may believe. ക്രിസ്തീയ ഐക്യം എന്ന് പറയുന്നത് ഈ ലോകത്തിനുള്ള സഭയുടെ ഒരു വലിയ സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിലൂടെയാണ് ലോകം യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്. The World Council of Churches acknowledges this in its message from the assembly in Karlsruhe in 2022. 2022 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ജർമ്മനിയിലെ കാൾഷ്രൂയിലുള്ള ജനറൽ അസംബ്ലിയിൽ ഇപ്രകാരമാണ് ഐക്യത്തെപ്പറ്റി അഖിലോക സഭാ കൗൺസിൽ ഒരുമിച്ച് കൈക്കൊണ്ട തീരുമാനം. The message reads, and I quote, ആ ഒരു പ്രസ്താവന ഇപ്രകാരമാണ്, അത് ഞാൻ ഉദ്ധരിക്കട്ടെ. We affirm the vision of the WCC for the visible unity of all Christians, and we invite all Christians to share this vision with us. എല്ലാ ക്രിസ്തു വിശ്വാസികളുടെയും ദൃശ്യമായ ഐക്യത്തിനുള്ള ലോക കൗൺസിലിന്റെ ദർശനത്തെ ഞങ്ങൾ ഉറപ്പായി പ്രഖ്യാപിക്കുന്നു. എല്ലാ ക്രിസ്തു വിശ്വാസികൾക്കും ഈ ഒരു ദർശനം ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. We also invite all people of faith and goodwill to trust with us that a different world, a world respectful of the living earth, a world in which everyone has daily bread and life in abundance, a decolonized world, a more loving, harmonious, just and peaceful world is possible. അതോടൊപ്പം വിശ്വാസികളായ സുമനസ്സുകളായ ഏവരെയും ഞങ്ങളോടൊപ്പം ഒരു പുതിയ ലോകത്തിനു വേണ്ടി വിശ്വസിക്കുവാനും പ്രതീക്ഷിക്കുവാനും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ ഭൂമിയെ ആദരവോടെ കാണുന്ന ഒരു ലോകം, ഏവർക്കും ദിനവും ആഹാരവും സമൃദ്ധിയായി ജീവനും സമൃദ്ധിയായി ലഭ്യമാകുന്ന ഒരു ലോകം, കോളനിവൽക്കരണത്തിൽ നിന്നും വിമുക്തമായ ഒരു ലോകം, സ്നേഹമുള്ളതും സ്വരുമയുള്ളതും നീതിയുക്തവും സമാധാനവുമുള്ളതായ ഒരു ലോകം. In a world weighed down with so much pain, anguish and fear, we believe the love we have in Christ brings the liberating possibilities of justice, joy for all and peace with the earth. വേദനയിലും ആകുലതയിലും ഭയപ്പാടിലും അമർന്നിരിക്കുന്ന ലോകത്തിൽ ക്രിസ്തുവിൽ നാം കാണുന്ന സ്നേഹം, സന്തോഷവും നീതിയും സമാധാനവും പുലരുവാനുള്ള വിടുതലിന്റെ സാധ്യതകൾ തുറന്നു തരുന്നു. Moved by the Holy Spirit, compelled by a vision of unity, we journey on together, resolved to practice Christ's love, following his footsteps as his disciples, and carrying a torch for love in the world, trusting in the promise that Christ's love moves the world to reconciliation and unity. End of quote. പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി, ഐക്യദർശനത്താൽ നിർബന്ധിതരായി ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രാവർത്തികമാക്കുവാൻ, ശിഷ്യത്വത്തിൻ്റെ പാതയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, ലോകത്തിൽ സ്നേഹദീപം കയ്യിലേന്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ അനുരഞ്ജനത്തിലേക്കും ഐക്യതയിലേക്കും നയിക്കുന്നു എന്ന് വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് സഞ്ചാരം തുടരാം. It is clear from this statement that Christian unity is needed to witness to and transform the world as we address conflicts, divisions, brokenness and pain. ഈ ലോകത്തിൻ്റെ തകർച്ചയും വേദനകളും ദുരിതങ്ങളും അതുമായി നാം ഇടപെടുമ്പോഴാണ്
ആ ഇടപെടലിലാണ്, അതിനുവേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ ഐക്യത നമ്മെ ഒരുമിച്ച് വിളിക്കുന്നത്. Christian disunity is nothing but a feeble, weak, and contradictory message to a fragmented world. ഇന്ന് ശിഥിലമായിരിക്കുന്ന ഈ ലോകത്തിന് സഭയുടെ അനൈക്യവും വിഭാഗീയതയും വളരെ തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത്. So friends, Christian unity matters in the quest for justice, reconciliation, and peace in the world today. ഈ ലോകത്തിൽ നീതിക്ക് വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും അനുരഞ്ജനത്തിനു വേണ്ടിയുമുള്ള അന്വേഷണത്തിൽ ക്രിസ്തീയ സഭകളുടെ ഐക്യം അനിവാര്യമാണ്. And it is God's call to us, to all of us who believe. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഏവരോടുമുള്ള ദൈവത്തിന്റെ മഹത്തായ ഒരു വിളിയാണ് ഈ ഐക്യത്തിനായുള്ള ക്ഷണം. As I said at the beginning, 2025 is the 1700th anniversary of the First Ecumenical Council of Nicaea. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം ആദ്യത്തെ എക്യുമെനിക്കൽ സുന്നഹദോസായ നിഖ്യ സുന്നഹദോസിന്റെ 1700ാമത് വാർഷികമാണ്. It is important for us as Christians to seize the opportunity to work together, to show the world that we are together, made one in our Lord Jesus Christ. യേശുക്രിസ്തുവിൽ നാം ഒന്നാണെന്ന് തിരിച്ചറിയാനും നമ്മുടെ ഒരുമയെ പ്രഖ്യാപിക്കാനും നമുക്ക് ലഭ്യമായിരിക്കുന്ന അസുലഭമായ ഒരു സന്ദർഭമാണിത്. What a powerful witness that would be in the world, and especially here in India, where Christians are in a minority. പ്രത്യേകിച്ച് അത് ലോകത്തിന് നമുക്ക് നൽകുവാൻ കഴിയുന്ന എത്ര മഹത്തരമായ ഒരു സാക്ഷ്യമാണ്. പ്രത്യേകമായി ഇന്ന് ഭാരത രാഷ്ട്രത്തിൽ ക്രിസ്തു വിശ്വാസികൾ തുലോം ഒരു ന്യൂനപക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ When we reflect on the First Ecumenical Council of Nicaea and the formulation of the Nicene Creed, we are not merely engaging with a historic relic. നിഖ്യ വിശ്വാസ് സുന്നഹദോസിനെ പറ്റിയും നിഖ്യ വിശ്വാസ പ്രമാണത്തെ പറ്റിയും നാം ഇന്ന് പരിചിന്തനം ചെയ്യുമ്പോൾ അത് പഴയ കാലത്തെ എന്തോ ഒരു ചരിത്രത്തിന്റെ ശേഷിപ്പായി മാത്രം നാം അതിനെ പരിഗണിച്ചുകൂടാ. Or with an ancient theological formula. അത് ഏതെങ്കിലും ഒരു പഴഞ്ചൻ ദൈവശാസ്ത്ര പ്രമാണമായോ വിശ്വാസ സംഹിതയായോ മാത്രം അതിനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. We are reminded of the living faith it represents. അത് പ്രതിനിധാനം ചെയ്യുന്ന സജീവമായ ക്രിസ്തീയ വിശ്വാസത്തെയാണ് നാം ഇന്ന് തിരിച്ചറിയേണ്ടത്. A faith that testifies to the truth of Jesus Christ, the resurrected Son of God, who is one with the Father and the Holy Spirit. പിതാവായ ദൈവവും പരിശുദ്ധാത്മാവുമായി ഏകമായി തൃത്വത്തിൽ ഒരുവനായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വലിയ പ്രഖ്യാപനമാണ് ആ നിഖ്യ വിശ്വാസ പ്രമാണം. The creed affirms Christ's divinity and humanity. ഒരേ സമയം യേശുക്രിസ്തുവിന്റെ ദിവ്യത്വവും ദൈവഭാവവും മനുഷ്യഭാവവും ഒരേപോലെ പ്രഖ്യാപിക്കുന്നതാണ് നിഖ്യ വിശ്വാസ പ്രമാണം. And it expresses the unity of the triune God. തൃത്വത്തിന്റെ ഒരുമയെ ഐക്യതയെ പ്രഖ്യാപിക്കുന്ന ആഘോഷിക്കുന്ന ഒന്നാണ് നിഖ്യ വിശ്വാസ പ്രമാണം. It is a call to oneness in faith. വിശ്വാസത്തിൽ ഐക്യതയിലേക്കുള്ള വലിയൊരു ക്ഷണമാണ് നിഖ്യ വിശ്വാസ പ്രമാണം. It is a faith that prompts us to ask, who is Jesus to us today? ഇന്ന് യേശുക്രിസ്തു നമുക്ക് ആര് എന്നുള്ള ചോദ്യം നമ്മുടെ മുൻപിൽ ഉയർത്തുന്നതാണ് നിഖ്യ വിശ്വാസ പ്രമാണം. And how does he call us to live in a changing world such as ours? നമ്മുടെ ഇതുപോലെ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായ ലോകത്തിൽ ഏത് തരത്തിലുള്ള ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മോട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു വിശ്വാസ പ്രമാണമാണ് നിഖ്യ വിശ്വാസ It പ്രമാണം. offers us the invitation to live our faith through action. നമ്മുടെ വിശ്വാസം എന്നത് പ്രയോഗത്തിലേക്ക് വരുത്തേണ്ടതാണെന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതാണ് നിഖ്യ വിശ്വാസ പ്രമാണം. It is a call to witness and walk together. ഒരുമിച്ച് സാക്ഷ്യം വഹിക്കുകയും ഒരുമിച്ച് ഐക്യ മേഖലകളിൽ സഞ്ചരിക്കുകയും ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണിത്. The Nicene Creed is a unifying thread that has bound Christian communities across centuries and continents. നൂറ്റാണ്ടുകളിലൂടെ വിവിധ ഭൂഖണ്ഡങ്ങളിലൂടെ ക്രിസ്തു വിശ്വാസികളെ ഒരേ ചരടിൽ ചേർത്ത് നിർത്തുന്ന വിശ്വാസത്തിന്റെ വലിയ പ്രഖ്യാപനമാണ് നിഖ്യ വിശ്വാസ പ്രമാണം. Yet it is not merely a statement to be recited, it is a call to be enacted. നിരന്തരം നാം
ആവർത്തിച്ചുരുവിടേണ്ട ഒരു പ്രസ്താവന മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെ പ്രയോഗത്തിലേക്ക് വിളിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചിലാണ്. In a world filled with suffering, injustice, and division, we are challenged to move from creed to deed. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്രമാത്രം അസമത്വങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ഈ ലോകത്തിൽ ഇന്ന് പ്രമാണത്തിൽ നിന്ന് പ്രയോഗത്തിലേക്ക് ഒരു ചുവടുമാറ്റം ആവശ്യമായിരിക്കുന്നു. The faith we confess and proclaim must shape the way we live. നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയെ നിർവചിക്കുന്ന, രൂപപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് നാം ഏറ്റുപറയുന്ന നമ്മുടെ വിശ്വാസം. The way we respond to the brokenness of the world. നമ്മുടെ ഈ ലോകത്തിന്റെ തകർച്ചകളോടുള്ള നമ്മുടെ ഇടപെടലിനെ സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ. And the way we embody the love of Christ in tangible, transformative ways. ഇന്ന് ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന, അത് ശരീരമാക്കി മാറ്റുന്ന, അതിനെ സ്പർശിക്കാവുന്ന ഒരു അനുഭവമാക്കി രൂപാന്തരപ്പെടുത്തുന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ. And that is what the Apostle Paul is calling us to do in chapter 4 as he emphasizes the need for the unity of the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഐക്യതയെ പറ്റി പൗലോസ് ശക്തീകരിക്കുമ്പോൾ അത്തരം ഒരു വലിയ നിയോഗത്തിലേക്കും പ്രയോഗത്തിലേക്കുമാണ് അപ്പോസ്തലൻ നമ്മെ ക്ഷണിക്കുന്നത്. This call to action is pressing in context where many communities face the daily realities. അനേക സമൂഹങ്ങളും അവരുടെ ജീവിതത്തിലെ വലിയ സങ്കടകരമായ ദുരിതമായ അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ഈ വലിയ നിയോഗവും ക്ഷണവും അതേറെ പ്രസക്തമായി മാറുന്നു. The realities of poverty, migration, religious pluralism and systemic injustice. അനേക തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അനേക സമൂഹങ്ങൾ നിർബന്ധിതമായ പലായനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും രാഷ്ട്രീയമായ അസ്ഥിരതയുടെയും പീഡനത്തിൻ്റെയും അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ്. Oppression, conflicts, wars and a climate catastrophe. സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ സംഭവിക്കുന്ന ദുരിതങ്ങളുടെയും അനുഭവത്തിലാണ് ഇന്ന് അനേക സമൂഹങ്ങൾ ജീവിക്കുന്നത്. As people of faith, we are called to explore how does the Nicene faith inspire movements for peace, justice and reconciliation. സമാധാനത്തിനായും നീതിക്കായും അനുരഞ്ജനത്തിനായുമുള്ള മുന്നേറ്റങ്ങളെ ഏത് തരത്തിലാണ് നിഖ്യാ വിശ്വാസ പ്രമാണം പ്രചോദിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയാനും അന്വേഷിക്കാനും ഇന്ന് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. How do we live out the truth that Jesus Christ is Lord in a world where many suffer under oppression? അടിച്ചമർത്തലിന് കീഴിൽ അനേകർ അധിവസിക്കുന്ന ഈ ലോകത്തിൽ യേശുക്രിസ്തു കർത്താവ് എന്നുള്ള പ്രഖ്യാപനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമായി തീരുന്നത്? Poverty, hunger, inequalities. അസമത്വങ്ങൾ, ദാരിദ്ര്യം, അങ്ങനെ എത്രയധികം ജീവിതത്തിന്റെ പരാധീനതകൾ. In a world where many die from the futility of wars. യാതൊരു പ്രയോജനവുമില്ലാതെ അനേക യുദ്ധങ്ങളിൽ അനേക ജീവനുകൾ പൊലിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം. The connection between right belief and right action is essential here. ഇവിടെ നമ്മുടെ യഥാർത്ഥമായ സത്യവിശ്വാസവും യഥാർത്ഥമായ പ്രവൃത്തിയും തമ്മിൽ ഏറെ ഇഴയടുപ്പം ആവശ്യമായിരിക്കുന്നു. The faith we proclaim must not remain in the realm of theological discourse alone. നമ്മുടെ വിശ്വാസം, നാം പ്രഖ്യാപിക്കുന്ന വിശ്വാസം നമ്മുടെ പ്രഖ്യാപനങ്ങളിൽ മാത്രം, ദൈവശാസ്ത്രത്തിന്റെ ചില പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. It must translate into concrete actions that reflects God's justice and compassion in the world. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ആർദ്രതയും ഈ ലോകത്തിൽ അനുഭവവേദ്യമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രഖ്യാപനങ്ങൾ പ്രയോഗമായി മാറേണ്ടിയിരിക്കുന്നു. The Nicaea celebration invites us to consider ways in which our faith comes alive through the works of mercy, justice, reconciliation and peace. അനുരഞ്ജനത്തിലൂടെ, കരുണയിലൂടെ, വിവിധ പ്രവർത്തനങ്ങളിലൂടെ, നീതിയിലൂടെ, ആ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് നിഖ്യാ സുന്നഹദോസിന്റെ നിഖ്യാ വിശ്വാസ പ്രമാണം നമ്മുടെ ജീവിതങ്ങളിൽ ഒരു സജീവ വിശ്വാസമായി പരിഭാഷപ്പെടേണ്ടിയിരിക്കുന്നു. Nicaea is the invitation to journey together, not as isolated communities. ഒറ്റതിരിഞ്ഞുള്ള സമൂഹങ്ങളായി ജീവിക്കുവാനുള്ള ഒരു
സാഹചര്യമല്ല, അതിൻ്റെ വിശ്വാസമല്ല നിഖ്യ വിശ്വാസ പ്രമാണം നമുക്ക് നൽകുന്നത്. but as a fellowship and people of faith. എന്നാൽ വിശ്വാസ സമൂഹത്തിന്റെ ഒരു വലിയ കൂട്ടായ്മയായി നിലനിൽക്കുവാനുള്ള ആഹ്വാനവും പ്രചോദനവുമാണ് ഈ വിശ്വാസ പ്രമാണം നമുക്ക് നൽകുന്നത്. It reminds us what it means to be the body of Christ, that when one part suffers, we all suffer, and when one part rejoices, we all rejoice. ക്രിസ്തുവിന്റെ ശരീരം എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ നിയോഗമാണിത്. ശരീരത്തിന്റെ ഒരവയവം വേദനിക്കുമ്പോൾ ശരീരം മുഴുവൻ വേദിക്കുന്നത് പോലെയും, ശരീരത്തിന്റെ ഒരവയവം സന്തോഷിക്കുമ്പോൾ ശരീരം ആകമാനം സന്തോഷത്തിൽ പങ്കുചേരുന്നത് പോലെയും ഇന്ന് ക്രിസ്തു സഭ ഐക്യത്തിന്റെ പരസ്പര ജൈവ ബന്ധത്തിന്റെ അനുഭവത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. In the World Council of Churches, as we celebrate Nicaea this year, we are hoping with all the events and activities that we have that will culminate in a World Conference of Faith and Order in October this year, will help us to have a renewed desire to seek unity and fellowship. വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസ് ഈ വർഷം നിഖ്യ വിശ്വാസ പ്രമാണത്തിന്റെ 1700-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ വിവിധ പ്രവർത്തന പരിപാടികൾ ഇത്തരം ലോകത്തിലുള്ള വലിയ സാക്ഷ്യത്തിനു വേണ്ടി, ഐക്യത്തിന്റെ സാക്ഷ്യത്തിനു വേണ്ടി, ലോകത്തിന്റെ പ്രതിസന്ധികളോടുള്ള ഇടപെടലിന്റെ അനുഭവങ്ങളായി രൂപാന്തരപ്പെടുവാനും അത് ഈ വർഷം ഒക്ടോബറിൽ നടക്കുന്ന ഫെയ്ത്ത് ആൻഡ് ഓർഡർ കോൺഫറൻസിലേക്ക് നയിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. In the context of religious pluralism, Christians coexist alongside numerous other religious traditions. മതബഹുലതയുടെ ഈ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ വിവിധ മത പാരമ്പര്യങ്ങളോടും സമൂഹങ്ങളോടും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. Sometimes in a majority and in some places in a minority. ചിലപ്പോൾ ക്രിസ്തീയ സഭ ചിലയിടങ്ങളിൽ ഭൂരിപക്ഷമായിരിക്കാം, ചിലയിടങ്ങളിൽ തുലോം ന്യൂനപക്ഷവുമായിരിക്കാം. And the call to unity carries particular significance in these different contexts. എന്നാൽ ഈ പ്രത്യേക എല്ലാ വ്യത്യസ്തമായ സാഹചര്യത്തിലും ക്രിസ്തീയ ഐക്യത്തിന് ഏറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. The challenge is to live the faith of the apostles with humility, respect and openness. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലനോട് ആവശ്യപ്പെടുന്നത് പോലെ സൗമ്യതയിലും പൂർണ്ണ വിനയത്തോടും ദീർഘക്ഷമയോടും നടക്കുവാൻ തക്കവണ്ണമാണ് നാം ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. While remaining faithful to the truth of Christ. അതേസമയം ഈ മതബഹുലതയുടെ പശ്ചാത്തലത്തിൽ മറ്റ് മതവിഭാഗങ്ങളുമായി മതപാരമ്പര്യങ്ങളുമായി നാം ഇടപെടുമ്പോൾ ഒരേ സമയം വിനയത്തോടെയും അതേസമയം നമ്മൾ സുവിശേഷത്തിന്റെ അന്തസത്തയോട് പൂർണ്ണമായ സമർപ്പിതരായും ജീവിക്കേണ്ടിയിരിക്കുന്നു. This means balancing our commitment to the gospel with a readiness to engage constructively with the complexities of pluralism, secularism and even materialism. മതബഹുലതയുടെ പശ്ചാത്തലത്തിൽ സങ്കീർണമായ സാഹചര്യങ്ങളിൽ നാം ഇടപെടേണ്ടി വരുന്നത് വിവിധ സാഹചര്യങ്ങളോടാണ്. ഒരുപക്ഷെ അത് മതനിരപേക്ഷതയുടെ അനുഭവമായിരിക്കാം, അത് ഭൗതികതയുടെ അനുഭവമായിരിക്കാം. എന്നാൽ അവിടെയൊക്കെ ഏറ്റവും സംഗതമായി സുവിശേഷത്തിന്റെ അന്തസത്തയോട് കൂറുള്ളവരായി വിനയത്തോടെ സമാധാന ബന്ധത്തിൽ ജീവിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. Again, the vision of Nicaea challenges us not just to affirm unity in words, but to embody it in how we live and witness together as one body of Christ. ക്രിസ്തു സഭ, ക്രിസ്തു ശരീരം എന്ന രീതിയിൽ ഐക്യത നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയോഗങ്ങളിലും പ്രകടമാക്കുവാൻ നിഖ്യ വിശ്വാസ പ്രമാണം നമ്മോട് ആവശ്യപ്പെടുന്നു. അത് നമ്മുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഐക്യതയല്ല. Nicaea invites us to offer visible signs of unity. തികച്ചും ദൃശ്യമായ ഐക്യതയുടെ ഭാവങ്ങളെ കാട്ടിക്കൊടുക്കുവാൻ, അതിലേക്ക് സഞ്ചരിക്കുവാൻ നിഖ്യ വിശ്വാസ പ്രമാണം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. Perhaps most powerfully through the celebration of the resurrection of Christ. ഒരുപക്ഷേ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷത്തിൽ ഒരുമിച്ച് പങ്കാളികളാകുന്നത് അതിന്റെ ദൃശ്യമായ ഒരു ഭാവമായിരിക്കാം. One of the most enduring symbols of Christian unity is our shared celebration of Easter. ഈസ്റ്റർ ആഘോഷത്തിൽ ഉയർപ്പിന്റെ പെരുന്നാളിന്റെ ആഘോഷത്തിലുള്ള ഒരു പങ്കാളിത്തം, പൊതുവായ ആഘോഷം ഇത്തരത്തിലുള്ള ദൃശ്യമായ ഐക്യത്തിന്റെ ഒരു പ്രതീകമാണ്. And yet, even year 2, which is part of the central aspect of our faith, we find division and differences.
എന്നാൽ ഈ ഉയർപ്പ് പെരുന്നാളിൻ്റെ ആഘോഷത്തിൽ ക്രിസ്തീയ സഭയുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ആഘോഷിക്കുന്ന ഇടത്ത് പോലും പലപ്പോഴും സഭകൾ തമ്മിൽ ഭിന്നതകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളത് സങ്കടകരമാണ്. Not only do we have differences in the celebration of the sacrament of the Lord's Supper together, but we also have differences on the dates of our celebrations. വിശുദ്ധ കുർബാനയുടെ ഉപദേശത്തെപ്പറ്റിയും അനുഷ്ഠാനത്തെപ്പറ്റിയും നമ്മുടെ ഇടയിൽ വ്യത്യസ്ത ചിന്താഗതി ഉള്ളതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ചില ആഘോഷങ്ങളുടെ തീയതികളെ സംബന്ധിച്ച് പോലും നമുക്ക് ഒരു സ്വരച്ചേർച്ചയിൽ എത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. One of the joyful experiences or moments for us this year is that all Christians will celebrate a common day of Easter on April 20th. ഈ വർഷം ഏപ്രിൽ 20-ന് എല്ലാ ക്രിസ്തു സഭാ വിഭാഗങ്ങളും ഒരേ ദിവസം ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കും എന്നത് എത്ര സന്തോഷകരമായ അനന്തകരമായ ഒരു അനുഭവമാണ്. It is a day that we need to seize to be able to celebrate together as Christians across different traditions and denominations. വ്യത്യസ്തമായ വിശ്വാസ പാരമ്പര്യങ്ങളിലും സഭാ വിഭാഗങ്ങളിലും ഉപരിയായി ഏവരും ചേർന്ന് ഈ പ്രത്യേകമായ ദിനത്തിൽ ഈസ്റ്റർ ആഘോഷിക്കുവാൻ സാധിക്കുക എന്നത് എത്രയോ സന്തോഷകരമാണ്. I believe we are called to use this moment to imagine the powerful witness it would be if Christians around the world in every tradition celebrated the resurrection of Christ on the same day every year. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ അതേത് വിശ്വാസ പാരമ്പര്യത്തിലുള്ളവരായിരിക്കട്ടെ ഒരുമിച്ച് ഈ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പെരുന്നാൾ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ ഒരേ ദിവസം ആഘോഷിക്കുമ്പോൾ ഈ ലോകത്തിന് ക്രിസ്തു സഭയ്ക്ക് കൊടുക്കുവാൻ കഴിയുന്ന എത്ര ഉദാത്തമായ ഒരു സാക്ഷ്യത്തിൻ്റെ അടയാളമാണത്. Such a united celebration would not only affirm our shared faith but also serve as a visible sign of the unity we seek. അതുമാത്രമല്ല നാം നിരന്തരം അന്വേഷിക്കുന്ന ക്രിസ്തു സഭയുടെ ഐക്യത്തിൻ്റെ ഒരു വലിയ ദൃശ്യമായ ഐക്യ ചിഹ്നമായി ഈ ഒരുമിച്ചുള്ള ആഘോഷം മുഖാന്തരമായി അതിന് കാരണമായി തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല. A united Easter celebration would be a profound testimony to the power of Christ's victory over death and a visible witness to the world of the unity of his body, the church. സഭയാകുന്ന ശരീരത്തിൻ്റെ ഐക്യതയും പാപശക്തികളുടെയും മരണത്തിൻ്റെ മേലുള്ള യേശു കർത്താവിൻ്റെ വിജയത്തിൻ്റെ വലിയ പ്രഖ്യാപനവുമായി ഈ ഒരു സഭകൾ ഒരുമിച്ചുള്ള ഈസ്റ്റർ ആഘോഷം അതിന് നിശ്ചയമായും മുഖാന്തരമായി തീരും. Nicaea invites us to ask, how can we as a fellowship of churches work together to offer this visible sign of unity to the world? നിഖ്യാ വിശ്വാസ പ്രമാണം നിഖ്യാ സുന്നഹദോസ് നമ്മോട് ചോദിക്കുകയാണ്, നമുക്ക് എങ്ങനെയാണ് ഈ ലോകത്തിൽ ദൃശ്യമായ രീതിയിൽ ഐക്യത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനം ഐക്യത്തിൻ്റെ വലിയൊരു സാക്ഷ്യം നിർവഹിക്കുവാൻ സാധിക്കുന്നത്? I encourage you as different churches gather together here today in this ecumenical gathering to ask how you may seize this opportunity this year to walk, work and witness together as one body of Christian witness in the Indian context. ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് പ്രത്യേകിച്ച് ഇന്ന് ഈ സമ്മേളനത്തിൽ വ്യത്യസ്ത ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരോട് വന്നു ചേർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിൽ ഈ ക്രിസ്തീയ ഐക്യത്തിൽ നമുക്ക് മുൻപോട്ട് സഞ്ചരിക്കുവാൻ അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ ദൃശ്യമായ രീതിയിൽ അതിനെ ലോകത്തിന് മുൻപിൽ സാക്ഷ്യമായി പ്രകടിപ്പിക്കുവാൻ സാധിക്കും എന്ന് നാം തീർച്ചയായും ചിന്തിക്കേണ്ടതാണ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Paul stresses in Ephesians 4 the need for the unity of the body of Christ. ക്രിസ്തു ശരീരത്തിൻ്റെ ഐക്യതയെ പറ്റിയാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയോട് സംസാരിക്കുന്നത്. He calls the church to unity, stating that this is what Christ calls the church into as it serves him in the world. ഈ ലോകത്തിൽ ക്രിസ്തുവിനെ സഭ സേവിക്കുമ്പോൾ നിശ്ചയമായും ക്രിസ്തു ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഐക്യ അനുഭവത്തിലേക്ക് ആ സഭ മുന്നേറണം എന്ന് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. Paul outlines the Christian living by showing how Christians ought to live in the world.
ഏത് തരത്തിലാണ് ക്രിസ്തു വിശ്വാസികൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്ന് വ്യക്തമായി പൗലോസ് ഇവിടെ വിശദമാക്കുന്നുണ്ട്. He calls us to be the one body as we live out the one faith, one baptism, one Lord, and one God of all. ഒരേ വിശ്വാസവും ഒരേ ശരീരവും ഒരേ കർത്താവും ഒരേ സ്നാനവും എന്ന നിലയിൽ ഒരുമിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏത് ശൈലിയിലായിരിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. As we live in one spirit. ഒരേ ആത്മാവിലുള്ള നമ്മുടെ ജീവിതമാണ് ഇന്ന് സഭയുടെ ഐക്യത്തിന് അടിസ്ഥാനമായിരിക്കേണ്ടത്. May we as Christians have the same vision and desire to be united in our witness to a struggling and divided world. ഇന്ന് ഭിന്നമായിരിക്കുന്ന ശിഥിലമായിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ അനുരഞ്ജനവും സാധ്യമാക്കുവാൻ തക്കവണ്ണം ക്രിസ്തു സഭ ക്രിസ്തുവിലുള്ള പുതിയ ഐക്യത്തിലേക്ക് മുൻപോട്ട് സഞ്ചരിക്കുവാൻ ഇടയാകുമാറാകട്ടെ. Once in a remote village there was a circus that came to town. ഒരു വിദൂര ഗ്രാമത്തിൽ ഒരിക്കൽ ഒരു സർക്കസ് എത്തിച്ചേരുകയുണ്ടായി. And little Tommy's grandfather gave him a $10 and said, "Go and see the circus." ടോമിയുടെ വല്യപ്പച്ചൻ കൊച്ചു ടോമിക്ക് അല്പം പണം കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി ഈ സർക്കസ് കണ്ടു എന്ന് പറഞ്ഞു. Tommy got all dressed up and he went to the circus. വളരെ സന്തോഷവാനായി ഒരുങ്ങി ടോമി ഈ സർക്കസ് കാണാൻ പുറപ്പെട്ടു. And as he went, he saw people and animals all standing outside and performances were taking place. അവിടെ ചെന്നപ്പോൾ അവിടെ ഒത്തിരി വലിയ ജനക്കൂട്ടം, ഒട്ടനവധി മൃഗങ്ങൾ, അവിടെയുള്ള സർക്കസ് പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. And when the show was finished outside, Tommy thought that the performance was ended. അവിടെ പുറത്ത് കണ്ട സർക്കസ് കൂടാരത്തിന് പുറത്ത് കണ്ട ആൾക്കൂട്ടവും മൃഗങ്ങളെയും ഒക്കെ കണ്ടപ്പോൾ ടോമി വിചാരിച്ചു സർക്കസ് എല്ലാം അതിൻ്റെ ആ ഷോ എല്ലാം കഴിഞ്ഞു എന്ന്. So he put his $10 into the bowl and he went back home. അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ആ $10 നിക്ഷേപിച്ചിട്ട് ടോമി വീട്ടിൽ മടങ്ങിപ്പോയി. What he didn't understand was that he needed to go into the tent to see the real thing. എന്നാൽ ആ സർക്കസ് കൂടാരത്തിന് ഉള്ളിലേക്ക് പോയാൽ മാത്രമേ യഥാർത്ഥത്തിൽ സർക്കസ് കാണാൻ കഴിയുകയുള്ളൂ എന്ന് ടോമിക്ക് അറിയുകയില്ലായിരുന്നു. Many of us as Christians put our focus and our emphasis on the shadow of things. പലപ്പോഴും ക്രിസ്തു വിശ്വാസികളായ നമ്മൾ മിക്കപേരും പലതിൻ്റെയും നിഴലിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവനും. We fail to sit with the substance. പലപ്പോഴും യഥാർത്ഥമായുള്ളതിനെ കാംക്ഷിക്കുവാനും യഥാർത്ഥമായുള്ളതിൻ്റെ പങ്കുകാരാകാനും നമുക്ക് കഴിയാതെ പോകുന്നു. The substance and faith of our calling is to proclaim Jesus Christ to the world. നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ വിളിയുടെയും നിയോഗത്തിൻ്റെയും അന്തസത്ത എന്ന് പറയുന്നത് യേശു കർത്താവിനെ ഈ ലോകത്തിന് മുൻപിൽ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. We need to go into the tent of God's glory to see the real thing. ദൈവമഹത്വത്തിൻ്റെ ആ ഒരു ടെന്റിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥമായ ദൈവമഹത്വം തിരിച്ചറിയാൻ കാണുവാൻ കഴിയുകയുള്ളൂ. And to be inspired to come out and to transform and create a new world that God wants to create. ദൈവ സാന്നിധ്യത്താൽ ദൈവമഹത്വത്താൽ പ്രശോഭിതരായി അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ലോകത്തെ മുഴുവൻ ദൈവിക രൂപാന്തരത്തിലേക്ക് വഴി നടത്തുവാൻ അങ്ങനെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. To do that, Christian unity matters. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് പ്രാവർത്തികമാകണമെങ്കിൽ ക്രിസ്തീയ ഐക്യത എന്നത് അത്യന്താപേക്ഷിതമാണ്. May it matter to you and may it matter to me. അത് നിങ്ങൾക്കും അത് എനിക്കും നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ ഏറെ പ്രാധാന്യത്തോടെ തുടരുമാറാകട്ടെ. God bless you and keep you in His grace. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് തൻ്റെ കൃപയിൽ നിങ്ങളെ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. Amen. ആമേൻ.